പ്രവാചകൻ പ്രവചന ആത്മാവിനോട്, പ്രവചനത്തിൻ്റേതായിട്ടുള്ള ദൈവാത്മാവിനോട് എപ്പോഴും വിധേയപ്പെട്ടിരിക്കും. പ്രവാചകന്മാർക്ക്, അതേപോലെ ദൈവം തിരഞ്ഞെടുക്കുന്ന ചില പ്രത്യേകതരം വ്യക്തികൾക്കെന്നാണ് ഞാൻ പറയുന്നത്, സമൂഹത്തിനൊന്നും പറയുന്നില്ല, ഒരു കൂട്ടത്തിനൊന്നും പറയുന്നില്ല. ചില മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ചില സവിശേഷതകളുണ്ട്. അത് ബൈബിൾ അടിസ്ഥാനത്തിൽ തന്നെ പറയുമ്പോൾ ഉണ്ട്. അതിപ്പം ദൈവം തിരഞ്ഞെടുത്ത ശുശ്രൂഷന്മാർക്ക് അങ്ങനെ ഉണ്ട്. അതുപോലെ പ്രവാചകന്മാർക്കായാലും അപ്പോസ്തലന്മാർക്കുണ്ടോയെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. കാര്യം അവർക്ക് അപ്പോസ്തലന്മാർക്ക് എല്ലാ ഇടത്തും പോയി എല്ലാ രീതിയിലും പ്രവർത്തിക്കാൻ പറ്റും. പക്ഷേ പ്രവാചകന് ചില നിബന്ധനകളുണ്ട്. എല്ലായിടത്തും എല്ലായ്പ്പോഴും പോകാൻ പറ്റത്തില്ല. എല്ലാവരോടും അങ്ങോട്ട് കയറി സംസാരിക്കാൻ പറ്റത്തില്ല. എല്ലാവരുമായിട്ടും ഏറ്റവും ക്ലോസ് ആയിട്ട് ഡീപ്പായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റത്തില്ല. ചില എന്താണ് പറയുന്നത്, നിബന്ധനകളുണ്ട്. അത് പ്രവചനത്തിൻ്റെ ആത്മാവ് അവരുടെ ശരീരത്തുണ്ടാകുമ്പോൾ അത് പറഞ്ഞു കൊടുക്കും, വ്യക്തമായിട്ട് അവർക്കത് പറഞ്ഞു കൊടുക്കും. പക്ഷേ സമൂഹം അപ്പോൾ അവരെന്തോ ചെയ്യും? അപ്പം ചില വീടുകളിൽ നമ്മൾ പോകുമ്പോൾ, പ്രവാചകൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ചില ഈ വ്യക്തികളിൽ സാത്താൻ പ്രവേശിക്കുന്ന പോലെ തന്നെ വീടുകളിലും പ്രവേശിക്കാറുണ്ട്. അപ്പോൾ വീടുകളിൽ പോകുമ്പോൾ നമ്മളത്, അല്ലെങ്കിൽ ചില പ്രദേശങ്ങളിൽ, വനപ്രദേശങ്ങളിൽ, അല്ലെങ്കിൽ വിജനമായ പ്രദേശങ്ങൾ, ചിലപ്പോൾ ഏറ്റവും തിരക്കുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ തിങ്ങി നിൽക്കുന്നതായിരിക്കും. എങ്കിലും അവിടെ സാത്താൻ്റെ സ്വാധീനമുള്ളതോ അധീനതയിലുള്ള പ്രദേശമായിരിക്കും. അങ്ങോട്ട് നമുക്ക് കടന്നുകൂടാൻ നമുക്കതൊരു മുന്നറിവ് നൽകും പ്രവചനത്തിൻ്റെ ആത്മാവ്. ചില വ്യക്തികളോ അല്ലെ സ്ഥലങ്ങളോ വീടുകളോ മാത്രമല്ല, ചില വ്യക്തികൾ അവരിൽ ദുരാത്മാവ് ഇരിക്കുകയും അവർ ആ ദുരാത്മാവിനെ കൊണ്ട് അതിരിക്കുമ്പോൾ തന്നെ മരിച്ചു പോവുകയും ചെയ്യുമ്പോൾ നമ്മൾ ആ വീട്ടിൽ ചെന്നാൽ ഈ വൈറസ് മനുഷ്യൻ്റെ ശരീരത്തിൽ കയറിയ, അല്ല ബാക്ടീരിയ കയറിയ, ഇത് വൈറസ് ജീവനുള്ള ശരീരത്തിലേ പ്രവർത്തിക്കത്തുള്ളൂ എന്ന് പറഞ്ഞേക്കാം. ചെറുതായിട്ടൊന്ന് ഞാൻ പഠിച്ചിട്ടുണ്ടോ. അപ്പം ഇത് പുറത്തേക്ക് പോകാൻ വേണ്ടി വെമ്പൽ കൊള്ളും ജീവനില്ലാത്ത ശരീരത്തിൽ നിന്ന്. അതുകൊണ്ടാണ് ചില ആൾക്കാർ പറഞ്ഞത്, അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ, എനിക്ക് അതിനെക്കുറിച്ച് സയൻറ്റിഫിക്കായിട്ട് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ ഡെഡ് ബോഡിയിൽ നിന്ന് പെട്ടെന്ന് വൈറസൊക്കെ മറ്റൊരാളിലേക്ക്, ജീവനുള്ള ശരീരത്തിലേക്ക് ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയും. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ എനർജിയുടെ കാര്യം, ആത്മാവിൻ്റെ കാര്യം. സാധാരണ, അതായത് ഭൂതബാധ ശരീരത്തിലുള്ള വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ അത് ജീവനുള്ളവരുടെ, അതായത് ഏറ്റവും വീക്കായിട്ടുള്ളവർ വരുവാണെങ്കിൽ അവരെ കാണാൻ വരുമോ, അവരെ സന്ദർശിക്കാൻ വരുമോ ഒക്കെ ചെയ്യത്തില്ലേ? ആ സമയത്ത് വീക്കായിട്ട്, അതായത് അവരുടെ മനസ്സും ആത്മാവും വീക്കാണെങ്കിൽ അവരിലേക്കത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്വഭാവം പറഞ്ഞതെന്ന് വെച്ചാൽ അതൊരു ആത്മാവിൻ്റെ സ്വഭാവം യഥാർത്ഥം അതാ വ്യക്തമാക്കേണ്ടത്. പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ ആത്മശരീരികളായിട്ടുള്ള എല്ലാത്തിൻ്റെ സ്വഭാവം അത് പറയുന്നത്. അത് പകരുമെന്ന് പറയും. പരിശുദ്ധാത്മാവ് പകർന്നു നൽകുമെന്ന് പറയും. അതായത് ഒരാൾ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരാൾക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചതായിട്ടോ ഇങ്ങനെ നമ്മളെ ബൈബിളിൽ ഉള്ളതായിട്ടോ എൻ്റെ വിശ്വാസം, പുതിയ നിയമത്തിൽ. അതായത് അത് പകർന്നിട്ടുണ്ടെന്ന് ബൈബിൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, പകർന്നു നൽകുക. ഇതൊരു ആത്മാവിൻ്റെ സ്വഭാവം. ഇതേപോലെ തന്നെ ദുരാത്മാക്കൾക്കും പകർന്നു നൽകാൻ, ഒരു പകർച്ചവ്യാധിയെ പോലെ പകർന്ന് മറ്റൊരാളിലേക്ക് വ്യാപരിക്കാൻ സാധിക്കും. ദൈവാത്മാവ് വ്യാപരിക്കുന്നത് പോലെ ആത്മശരീരങ്ങളായ സാത്താനും ഇത് സാധ്യമാവും. അതുകൊണ്ട് പ്രവാചകന്മാർ ചിലപ്പോൾ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കും. അവർക്ക് ചിലപ്പം ചില വീടുകളിലോ ചില മരിച്ച വ്യക്തികളിലെ ഒക്കെ സന്ദർശിക്കാനൊന്നും സാധിക്കാറില്ല. അവർക്ക് കിട്ടുന്ന മുന്നറിവായിരിക്കും ചിലപ്പോൾ അവർ ഒഴിഞ്ഞു നിൽക്കുന്നത്. പക്ഷേ സമൂഹം അവരെ ചിലപ്പം കുറ്റപ്പെടുത്തും, പുച്ഛം കാണിക്കും അവരോട്. പക്ഷേ അത് അവരുടെ ഒരു വിളിയാണ് എന്ന് പറയുന്ന കണക്ക ഓരോ ശുശ്രൂഷയ്ക്കും അതിൻ്റേതായിട്ടുള്ള വിളിയുണ്ട്. അപ്പം അതുകൊണ്ടാണ് ബൈബിളിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, വിവാഹം കഴിക്കാതിരിക്കുന്ന ഏറെ നന്നെന്ന്. അതെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ അത് വ്യക്തികളോടാണ്, വ്യക്തിയധിഷ്ഠം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ വിവാഹം കഴിക്കുമ്പം അതിൻ്റെ അകത്ത് തന്നെ പറയുന്നുണ്ട് ബൈബിളിൽ തന്നെ, വിവാഹം കഴിക്കുമ്പോൾ നിങ്ങൾക്ക്
ദൈവത്തിൻ്റെ വേല പൂർണ്ണമായിട്ട് ചെയ്യാനുള്ള സമയം കിട്ടത്തില്ലെന്നുള്ള അർത്ഥത്തില്ല. അപ്പോൾ ഒരു പ്രവൃത്തി നമ്മൾ ദൈവത്തിൻ്റെ വേലയാണ് ചെയ്യുന്നതെങ്കിൽ അതിനു വേണ്ടി മാത്രം സമയം നീക്കി വെക്കണം, അല്ലാതെ മറ്റ് പ്രവർത്തനങ്ങളിൽ ഇടപെടരുത്. ഇടപെട്ടാൽ വേറെ അനന്തര ദോഷങ്ങളുണ്ടാവും, ദൂഷ്യവശങ്ങളുണ്ടാവും.